അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അതിജീവിതയുടെ ആ എന്താ പറയുന്നത് പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ആ കുട്ടി. ഒരുപക്ഷെ അതിനുശേഷമായിരിക്കുമല്ലേ മലയാള സിനിമ എന്താണ് ശരിക്കും നേരിടുന്നത്, ലോബിങ് എന്താണ്, ഗുണ്ടായസം എന്താണ്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഏറ്റവും അധികം തുടക്കം കുറിക്കുന്നത് ആ നടിയിലൂടെ, പോരാട്ടത്തിലൂടെ തന്നെയാണ്. ആ പോരാട്ടമാണ് ഈ നിലയിലെത്തിച്ച് ഇന്ന് വലിയ കൊലകൊമ്പന്മാരിലൊക്കെ താഴെ പോകാനും അതിന് WCC ഉണ്ടാകാനും എല്ലാത്തിനും കാരണമായത്. ഇപ്പം അത് കഴിഞ്ഞ ഉടനെ എല്ലാവരെയും പിടിച്ചകത്തിട്ട് ജയിലിൽ ശിക്ഷിച്ച് മറ്റത് മൊത്തമൊന്നും അങ്ങനെയൊന്നും പോകുന്നു വിശ്വസിക്കുന്നില്ല. മാറ്റമുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊന്നും കള്ളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഓരോരുത്തർക്ക് പലതും പറയാം, അത് 15 വർഷം മുമ്പാണെന്നില്ല എന്നും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളും നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ വർഗീസ് എന്ന് പറയുന്ന നക്സലൈറ്റുകളൊക്കെ വന്നു, അതൊക്കെ ഈ അടുത്താണ് അതിൻ്റെ ആളുകളൊക്കെ ശിക്ഷിച്ചതൊക്കെ. എത്രയോ വർഷം 10-25 വർഷം കഴിഞ്ഞ്